ഭ ഭ ഭ ദിലീപ് ചിത്രം മോഹൻലാൽ ചിത്രം ഭബ്ബയുടെ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി 8:18 ഭബ്ബ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോവുകയാണ്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിലാണ് ചിത്രം വരുന്നത്. ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ആണ്, ട്രെയിലർ അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ടുള്ള ചോദ്യമാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ എപ്പോൾ വരുമെന്ന്. മെനഞ്ഞാന്ന് ഈ കേസിന്റെ വിധി കഴിഞ്ഞതിന് ശേഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിലർ അപ്ഡേറ്റുകൾ വരണമെന്നുള്ള ആഹ്വാനങ്ങൾ തന്നെ ഈ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വൺ ലാസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ യു എൻറ്റർ ദി അൾട്ടിമേറ്റ് വേൾഡ് ഓഫ് മാഡ്നസ് എന്നുള്ള അടിക്കുറിപ്പോടു കൂടിയാണ് ഈ പോസ്റ്റർ അവരിട്ടിരിക്കുന്നത്. ആ പോസ്റ്ററിൽ ഒരു നെഞ്ച് കാണാം. ആ നെഞ്ച് ലാലേട്ടൻ്റെ നെഞ്ചാണ് എന്നുള്ളത് വ്യക്തമാണ്. 47 വർഷമായിട്ട് മലയാള ഇൻഡസ്ട്രി ഭരിക്കുന്ന ലാലേട്ടൻ്റെ നഖവും വിരലും ഒക്കെ എക്സ്റേ എടുത്ത് പഠിക്കുന്ന നമുക്കൊക്കെ ലാലേട്ടൻ്റെ നെഞ്ച് കണ്ടാൽ മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ വേറെ തർക്കമൊന്നും വേണ്ടല്ലോ. എന്തായാലും ആ ഫോട്ടോയാണ് ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് റൂമേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് പറഞ്ഞത് ഇതിൻ്റെ ട്രെയിലർ 12-ാം തീയതി റിലീസിന് എത്തുമെന്നായിരുന്നു. അതിനിടയിൽ തന്നെ വേറെ ചില റൂമേഴ്സ് വന്നതെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ പേര് ഇതിനകത്ത് റിവോൾവർ രാജ എന്നും ലാലേട്ടൻ്റെ പേര് ഇതിനകത്ത് ബോംബ് ബിജു എന്നൊക്കെയാണെന്നുമാണ്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് കത്തുകയും ചെയ്തു. പക്ഷെ അതിന് ഫഹീം സഫർ എന്ന തിരക്കഥാകൃത്ത് തന്നെ മറുപടി പറഞ്ഞത് ഇതൊക്കെ ഫേക്കാണ്, ഇതൊന്നും ഉള്ളതല്ല എന്നുള്ള മറുപടിയും കൂടി പറഞ്ഞ സ്ഥിതിക്കാണ് ഈ ഒരു കാര്യം വരുന്നത്. പ്രധാനമായും എടുത്തു നോക്കുക, നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ വിധി മെനഞ്ഞാന്നാണ് വരുന്നത്. ഈ വിധി മെനഞ്ഞാന്ന് രാവിലെ 11 മണിക്ക് വന്നതിന് ശേഷം ഈ ട്രെയിലർ അല്ലെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലർ എത്രയും പെട്ടെന്ന് ഇറക്കണം എന്നുള്ള ദിലീപ് ആരാധകരുടെ ഭാഗത്തു നിന്ന് നിൽക്കുന്നു. എന്നാൽ ദിലീപിൻ്റെ ഈ സിനിമ ബഹിഷ്കരിക്കുകയാണ്, ഈ സിനിമ കാണില്ല എന്ന് പറയുന്ന വലിയൊരു വിഭാഗം സമൂഹം വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ട്രെയിലർ വരുന്നത്. അപ്പോൾ അത് വളരെ നിർണായകമാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണെന്നും കൂടി ഓർക്കുക. കാരണം ഈ ട്രെയിലർ ഇനി എങ്ങനെയായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നൊരു വലിയ ചോദ്യവും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി, എന്തായിരിക്കും വരാൻ പോകുന്നത്, എന്തായിരിക്കും ഇതിന് പിന്നിൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ന് രാത്രി 8:18 കൂടിയാണ് ഈ ട്രെയിലർ വരാൻ പോകുന്നത്. ഇതിൻ്റെ ടീസർ, ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ, പ്രത്യേകിച്ച് ഇതിൻ്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇതെല്ലാം വലിയ തരംഗമായി മാറുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ട്രെയിലർ വരാൻ പോകുന്നത്. ഇന്ന് 10-ാം തീയതിയാണ്. 18-ാം തീയതി ഈ ചിത്രത്തിൻ്റെ റിലീസാണ്. അതായത് അടുത്ത വെള്ളിയാഴ്ച അടുത്ത വ്യാഴാഴ്ച ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. അതും ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. റിലീസ് ഡേറ്റിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അണിയർ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചില ചേഞ്ചസ് വരുന്നിട്ടുണ്ട്. ഈ സംഗീത സംവിധായകരിൽ നിന്നും ഷാൻ റഹ്മാൻ മാത്രമല്ലാതെ ഗോപി സുന്ദറും കൂടി ആഡ് ഓൺ ആവുന്നുണ്ട്. അങ്ങനെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവസാന നിമിഷം മിനുക്കുപണികളൊക്കെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറായ ആർമോ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. 18-ാം തീയതി തന്നെയായിരിക്കും ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് എന്നത് ഉറപ്പിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ സിനിമ എന്ന് പറയുന്നത്, നമ്മൾ ഈ കേസൊക്കെ മാറ്റി വെച്ചാൽ പോലും ഈ സിനിമയ്ക്കൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. അത് ദിലീപ് മാത്രമല്ല, വലിയ താരനിരയാണ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അശോകൻ, ശരണ്യ പൊന്മുരുകൻ, ഇപ്പം സാൻഡി മാസ്റ്റർ ആയാലും, ബാലു വർഗീസ്, റെഡിൻ കിങ്സ്ലി, ബൈജു, അശ്വന്ത് ലാല്, ജിബിൻ ഗോപിനാഥ്, അങ്ങനെ ഒരു വലിയ താരനിരയുണ്ട്. അതിനൊപ്പമാണ് നെടുന്തൂണ് പോലെ മോഹൻലാലും ഈ സിനിമയിൽ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആയിട്ട് നിൽക്കുന്നത്. ദിലീപും മോഹൻലാലും ഒന്നിച്ചൊരു പാട്ട് രംഗമൊക്കെ ഉണ്ടെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആ പാട്ട് എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഈ ട്രെയിലർ ഇതായിരിക്കും ഇത് ലാസ്റ്റായിട്ട് വരാൻ പോകുന്നത്. അതായത് അവിടെ തന്നെ ഈ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് വൺ ലാസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ യു എൻറ്റർ ദി അൾട്ടിമേറ്റ് വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് അവസാനത്തെ അപ്ഡേറ്റ്. ഈ റിലീസിന് കഴിഞ്ഞിട്ട് ഇനി എന്ത് അപ്ഡേറ്റും ഉള്ളൂ, ഇതായിരിക്കും അവസാനത്തെ അപ്ഡേറ്റ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. ഈ അൾട്ടിമേറ്റ് വേൾഡ് ഓഫ് മാഡ്നസിലെ അൾട്ടിമേറ്റിലെ എല്ലൊക്കെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നത് എൽ സ്റ്റാൻഡ്സ് ഫോർ ലാലേട്ടൻ. അത് അങ്ങനെ തന്നെയാണ്. ഈ ലൂസിഫർ എമ്പുരാനൊക്കെ വന്നതിന് ശേഷം ഈ എല്ലാം അത്രയധികം മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പോകുന്നൊരു ട്രെയിലർ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു ലാലേട്ടൻ തന്നെ പല അഭിമുഖങ്ങളിലും പറയുന്നത് പോലെ ഇതൊരു മാഡ് ഫിലിമാണ്, ഇതൊരു ലോജിക്കൊക്കെ പുറത്തു വെച്ചേക്കുന്ന വരേണ്ട സിനിമയാണ്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പലപ്പോഴായി പറയുന്ന ഒരു കാര്യം ഓൺലി മാഡ്നസ്, നോ ലോജിക് എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ലോജിക്ക് നോക്കരുത്, അൾട്ടിമേറ്റ് മാഡ്നസ് ആണ് ഈ സിനിമ, ഒരു ഭ്രാന്തൻ സിനിമയാണെന്ന് പറയുന്നത് പോലെ അതായിരിക്കാം ഈ ട്രെയിലറിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുക. ഒരു മാസ് പ്ലസ് ഒരു മാഡ്നസ് എന്നതായിരിക്കാം ഈ ട്രെയിലർ വരാൻ പോകുന്നത്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു വർഷം, തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ വർഷം അവസാനിപ്പിക്കുമ്പോഴും അതിഗംഭീരമായി മാറുമെന്ന് വിശ്വസിക്കുന്നു. വർഷഭ ഡിസംബർ 25-ാം തീയതിയാണ് അവർ റിലീസ് ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊന്നും ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി 25-ന് തന്നെ റിലീസ് ഉണ്ടാകുമോ എന്നുള്ളതും ഉറ്റുനോക്കേണ്ട ഒരു ഘടകം കൂടിയാണ്. എന്തായാലും
ട്രെയിലർ ഇന്ന് രാത്രി വരുന്നതോടുകൂടി നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തായിരിക്കും? നിങ്ങൾ ഈ സിനിമയ്ക്ക് കാത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രെയിലർ തന്നെ ബഹിഷ്കരിക്കുകയാണോ? ഈ സിനിമ ബഹിഷ്കരിക്കുന്നുണ്ടോ? ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ പോസ്റ്ററിൽ തന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗില്ലി യൂണിവേഴ്സ്, ലോഡ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിജയ് റെഫറൻസുകൾ സിനിമയിൽ ഉണ്ടാകുമെന്നതും പ്രതീക്ഷിക്കുന്നു. ഈ ട്രെയിലറിൽ മോഹൻലാലിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നുള്ളത് ലാലേട്ടൻ്റെ വോയിസ് ഓവറിലാണ് ഈ അണിയറ പ്രവർത്തകർ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ ഈ വോയിസ് ഓവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ട്രെയിലറിൽ ലാലേട്ടനെ കാണാൻ സാധിക്കുമോ, കാണിക്കുന്നെങ്കിൽ തന്നെ അത് ഏത് അവതാറിലായിരിക്കും എന്നുള്ളതൊക്കെ ഉറ്റുനോക്കുകയാണ് സിനിമാ പ്രേക്ഷകർ. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ ട്രെയിലർ ഇന്ന് രാത്രി പുറത്തു വരും.